നിങ്ങളുടെ പ്രശ്നം നിങ്ങളെക്കാൾ ശക്തമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ ദൈവത്തെക്കാൾ അത് ശക്തമല്ല. ബൈബിൾ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു നാമം എബ്രായ പദമായ എൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശക്തനായവൻ, സർവശക്തനായ ദൈവം എന്നാണ് അതിനർത്ഥം. 3 സത്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവം എൽ എന്ന് വെളിപ്പെടുത്തിയിട്ടിരിക്കുന്ന ദൈവം നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ ശക്തനാണ്. സംഖ്യാപുസ്തകം 23:22 ദൈവം ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്ന എൽ അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഫറവോൻ ശക്തനായിരുന്നു, ഇസ്രായേൽ നിസ്സഹായരായിരുന്നു. എന്നാൽ ഫറവോനേക്കാൾ ശക്തനായിരുന്നു ദൈവം. അതേ ശക്തി യേശു ക്രിസ്തുവിലും നാം കാണുന്നു. രോഗത്തിന്മേലും ഭൂതങ്ങളിന്മേലും കൊടുങ്കാറ്റിന്മേലും പാപത്തിന്മേലും മരണത്തിന്മേലും യേശു അധികാരം പ്രകടമാക്കി. നിങ്ങളുടെ പ്രശ്നം നിങ്ങളെക്കാൾ ശക്തമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ ദൈവത്തെക്കാൾ അത് ശക്തമല്ല. 2, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ശക്തനാണ്. അസാധ്യമെന്ന് തോന്നിയ ഒരു വാഗ്ദത്തം ദൈവം അബ്രഹാമിന് നൽകി. റോമർ 4:21 പറയുന്നു, താൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തൻ എന്ന് അബ്രഹാം പൂർണ്ണമായി ഉറച്ചു. വിശ്വാസം നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കഴിവിലാണ്. 3, നിങ്ങളുടെ ശക്തി തീരുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ദാനമായി അവൻ നൽകുന്നു. യേശു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയ്ക്ക് കഴിഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9. നിങ്ങളുടെ ബലഹീനത ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങളുടെ ശക്തി കൊണ്ട് അളക്കരുത്, പകരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അളക്കുക. എഫേസ്യർ 6:10 പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എങ്ങനെ? ദൈവം താൻ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നുവോ അത് തന്നെയാണ് അവിടുന്ന് എന്ന് വിശ്വസിക്കുക. ആ സത്യം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നത് വരെ അവിടത്തേക്ക് നന്ദി പറയുക, അല്ലെങ്കിൽ സ്തോത്രം അർപ്പിക്കുക. 1, ദൈവം നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ്. 2, ദൈവം നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ ശക്തനാണ്. 3, നിങ്ങളുടെ ശക്തി തീരുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ദാനമായി നൽകുന്ന ദൈവമാണ്, അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പിതാവേ, അങ്ങ് ആരാണെന്നുള്ള വെളിപ്പാടിൻ്റെ പരിജ്ഞാനം ഈ കേൾവിക്കാർക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ശക്തിയിലല്ല, അങ്ങയുടെ ശക്തി നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.